ഇടുക്കി കട്ടപ്പനയിൽ റൂറൽ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗിലെത്തി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. സാബുവിനെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെ തെളിവുകൾ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് കൈമാറി. കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ് നിക്ഷേപത്തൊക്കെ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയായിരുന്ന സാബു തോമസ് റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടപ്പോൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അപമാനിച്ചിറക്കിവിട്ടെന്ന സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. CPM ഭരിക്കുന്ന സൊസൈറ്റിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് 3 ബാങ്ക് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവരെ ജോലിയിൽ തിരിച്ചെടുത്തു. ആരോപണ വിധേയനായ CPM നേതാവിനെ ഒഴിവാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഈ പ്രതികൾക്കെതിരെ യാതൊരു നടപടിയില്ല. കുറ്റപത്രം സമർപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അവരെ ജോലിക്ക് കയറ്റി, അവരെ സസ്പെൻഷനെല്ലാം പിൻവലിച്ച് അവരെ ജോലിക്ക് കയറ്റി. ഞാൻ ഈയിടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. 15 ദിവസമായി അവർ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട്. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന് 2-3 പ്രാവശ്യം ഞങ്ങൾ പോയി, എന്നിട്ടും തന്നില്ല. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രതികൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യാണ്. എങ്ങോട്ടാടി പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്നാ, എന്റെ ഭർത്താവിനെ കൊന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നതെന്ന് ചോദിച്ചു. ഇറങ്ങി ഓടിയവര്. കേസുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരാക്കി. നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് സാബുവിന്റെ കുടുംബം പറഞ്ഞു. ന്യൂസ് മലയാളം, ഇടുക്കി.